നമ്മളെ നാട്ടിലെ 100 കുട്ടികൾ SLC എക്സാം എഴുതുന്നു. ഈ 100 കുട്ടികൾ SLC എക്സാം എഴുതിയതിനു ശേഷം അതിലൊരു 99% കുട്ടികളും പാസ്സാവുന്നു. ആ പാസ്സായ കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളും പല പല കോഴ്സസുകളും പല കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ പറയപ്പെടുന്ന എല്ലാ കുട്ടികളും ജോലി ചെയ്യുക എന്നുള്ള ഒരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് മിക്കവാറും ഒരു 70% കുട്ടികളും ഇന്ന് ജോലി ചെയ്യുന്നത് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയുടെ വിഷയമായിരിക്കും ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ സ്കൂളുകളിൽ മലയാളം മീഡിയം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന രീതിയെക്കുറിച്ചാണ്. അതായത് ടീച്ചറെ ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം രീതിയല്ല, മറിച്ച് നമ്മൾ പഠിക്കുന്ന സയൻസ് അല്ലെങ്കിൽ മാത്സ് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അതിലെ ടേംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ച് ഇംഗ്ലീഷിൽ എക്സാം എഴുതി നമ്മൾ മുന്നോട്ടേക്ക് വരുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യകത വളരെയധികം വലുതാണ്. ഈ പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെ മക്കളെ പറ്റുമെങ്കിൽ നല്ലൊരു ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മൾ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതിനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും മിക്ക സർക്കാർ സ്കൂളുകളിലും ഒരു ക്ലാസ് റൂം ഇംഗ്ലീഷ് മീഡിയമാണ്. പറ്റുമെങ്കിൽ നമ്മളെ കുട്ടികളെ അവിടെയെങ്കിലും നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ പോകുന്നത് അവർ തന്നെയായിരിക്കും.